കാളവണ്ടി യുഗത്തിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരനെ യഥാർത്ഥ വാഹനം എന്താണ്, യഥാർത്ഥ വാഹനത്തിൻ്റെ നിലവാരം എന്താണ് എന്ന് പഠിപ്പിക്കുകയും ഇന്ത്യയിൽ വാഹന വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടാൻ പോകുന്നത് എന്ന വാക്കിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല ഈ വാഹനത്തെ. എങ്കിൽ പോലും പുതിയ തലമുറയ്ക്ക് ഈ വാഹനത്തെ അടുത്ത് കാണാനുള്ള ഒരു അവസരം ഒരുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ആ വാഹനത്തിൻ്റെ പേര് നമ്മുടെ പ്രിയപ്പെട്ട മാരുതി 800 എന്നാണ്. എല്ലാവർക്കും ബൈജുവൻ നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1984 ഈ കാണുന്ന മാരുതി 800 വിപണിയിലെത്തുന്നതിന് മുമ്പ് വരെയുള്ള ഇന്ത്യയുടെ വാഹന ചരിത്രം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണ്ണമായിരുന്നു എന്നുള്ളതാണ് സത്യം. അംബാസഡർ കാറുകൾ ഒരു സംഭവമാണ് എന്നൊക്കെ ഇപ്പോഴും പലരും പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു സംഭവമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അക്കാലത്തൊക്കെ അംബാസഡർ കാറുകൾ വളരെ വർഷങ്ങളോളം കാത്തിരുന്ന് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൽ വെൽഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തണമായിരുന്നു, നമ്മളൊന്ന് ഓടിച്ചു തുടങ്ങണമെങ്കിൽ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാരെ പിഴിഞ്ഞെടുക്കുകയായിരുന്നു അംബാസഡറും ഒരു പരിധിവരെ ഫിയറ്റ് അല്ലെങ്കിൽ പ്രീമിയർ കൽപ്പനയായിരുന്നു ഒരു പരിധി വരെയെങ്കിലും ഗുണമുള്ള ഒരു വാഹനമെന്നാണ് പറയേണ്ടത്. അംബാസഡർ എല്ലാ കാലത്തും തലവേദന ഉണ്ടായിക്കൊണ്ടിരുന്നൊരു വാഹനമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിക്ക് ഒരു പീപ്പിൾസ് കാർ വേണമെന്നൊരു ആഗ്രഹം വന്നു. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇന്ത്യക്കാരുടെ ഒരു വാഹനം, വില കുറഞ്ഞൊരു വാഹനം. അതായിരുന്നു സഞ്ജയ് ഗാന്ധി കണ്ട കിനാശേരി എന്ന സ്വപ്നം. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി അദ്ദേഹം നീക്കങ്ങൾ നടത്തി. എല്ലാ തരത്തിലും തല്ലിപ്പൊളിയായിരുന്നു സഞ്ജയ് ഗാന്ധി എങ്കിലും ആ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം ഉറച്ചു നിന്നു. പക്ഷേ അദ്ദേഹം ഈ വാഹനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് വിമാനാപകടത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവരെല്ലാവരും തയ്യാറായി. അങ്ങനെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിലെ കുറേ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്നൊരു കമ്പനി രൂപീകരിക്കപ്പെട്ടു. അവർക്ക് സൗജന്യമായ സ്ഥലം ഇന്ത്യ ഗവൺമെൻറ് നൽകി. അതിനുശേഷം അവർ ഏത് വാഹനം അല്ലെങ്കിൽ ഏത് കമ്പനിയുമായിട്ട് ടൈപ്പിൽ ഇന്ത്യയിൽ വാഹനം കൊണ്ടുവരണമെന്നുള്ള അന്വേഷണത്തിലായി. അങ്ങനെ ലോകം മുഴുവൻ അവർ സഞ്ചരിച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആദ്യം ഇവിടെ എത്താനിരുന്ന വാഹനം ഇതൊന്നുമല്ല, ഫോക്സ് വാഗണിൻ്റെ ജെറ്റ എന്ന വാഹനമാണ്. ആ വാഹനമാണ് ഇന്ത്യക്ക് പറ്റുന്ന വാഹനമായിട്ട് മാരുതി ഉദ്യോഗിലെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചത്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത് നടന്നില്ല. വീണ്ടും ഒരു അന്വേഷണം തുടങ്ങും. അങ്ങനെ ജപ്പാൻ, കൊറിയ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോയി. അങ്ങനെ പോകുന്ന വഴി ജപ്പാനിൽ വെച്ചാണ് ഈ സംഭവത്തെ അവർ കാണുന്നത്. കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി. ഇതിൻ്റെ പേര് SS80, ഫ്രണ്ട് SS80 എന്നായിരുന്നു ഈ വാഹനത്തിൻ്റെ പേര്. ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് വരുന്ന വാഹനമാണല്ലോ എന്ന് തോന്നി. അവർ സുസുക്കിയുടെ അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ട് ചർച്ച നടത്തി. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, സുസുക്കിയുടെ അന്നത്തെ ചെയർമാനായിരുന്ന ഭാർഗവ എഴുതിയ ദ മാരുതി സ്റ്റോറി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭാർഗവ പറയുന്നത് എന്തുകൊണ്ടാണ് സുസുക്കിയുമായിട്ട് ടൈപ്പിലേക്ക് എത്താൻ കാരണമെന്ന് ചോദിച്ചാൽ, അവർ ജപ്പാനിൽ വെച്ച് ഈ കമ്പനിയുമായിട്ട് സുസുക്കിയുമായിട്ട് ചർച്ച നടത്തി തിരിച്ച് ഇന്ത്യയിൽ എത്തിയപ്പോൾ തന്നെ വലിയ ഒരു കെട്ടായിട്ട് അവരുടെ പ്രപ്പോസലിലൂടെ എത്തി. അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസം ഇവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം മറ്റ് പല കമ്പനികളുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും അവരൊന്നും ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല ഈ പ്രോജക്റ്റിൽ. പക്ഷേ സുസുക്കി വളരെ വിശദമായൊരു പഠനം തന്നെ ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് സുസുക്കി മതി എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെയാണ് ഈ വാഹനം മതി എന്ന തീരുമാനത്തിലേക്കും എത്തുന്നത് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിർമ്മിക്കാനല്ല ലക്ഷ്യമിട്ടിരുന്നത് മാരുതി ഉദ്യോഗ്. ആദ്യകാലത്ത് CKD ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റായിട്ട് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അസംബിൾ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 1984 ഈ വാഹനം ആദ്യമായി വിപണിയിലെത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ വാഹനത്തിൻ്റെ പടങ്ങളൊക്കെ അവരുടെ പത്രങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ 1.25 ലക്ഷം ബുക്കിംഗാണ് ഈ വാഹനത്തിന് ലഭിച്ചത്. 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ 1.25 ലക്ഷം പേര് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഇത് ആർക്ക് ആദ്യം കൊടുക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നം വരികയും നറുക്കിടാൻ തീരുമാനിക്കുകയും ചെയ്തു. ആദ്യത്തെ വാഹനം ആർക്കായിരിക്കണം എന്നുള്ള ലോട്ടിലൂടെ തീരുമാനിച്ചു. അങ്ങനെ അത് കിട്ടിയത് ഹർപൽ സിംഗ് എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഒരു ആൾക്കായിരുന്നു. അദ്ദേഹത്തിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാരുതി 800 സ്വന്തമാക്കാൻ സാധിച്ചത്. ഇന്ദിരാഗാന്ധിയിൽ നിന്നാണ് അദ്ദേഹം ഇതിൻ്റെ താക്കോല് വാങ്ങിയത്. പിന്നെയുള്ളതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. ഇന്ത്യയുടെ വാഹന ചരിത്രത്തിൽ ഈ വാഹനം അങ്ങോട്ട് ഇടിച്ചു കയറുകയും മറ്റ് എല്ലാ വാഹനങ്ങളെയും നിഷ്പ്രഭമാക്കുകയും ചെയ്തു. 48,000 രൂപയ്ക്കാണ് ഈ വാഹനം ആദ്യകാലത്ത് വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അംബാസഡറിന് 70,000 രൂപ വിലയുള്ള കാലമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള കാലത്ത് ഏതാണ്ട് അംബാസഡറിൻ്റെ പോലെ തന്നെ ഇതിനു വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. 2 വർഷം വരെയൊക്കെ ബുക്കിംഗ് പോയി. ആദ്യകാലത്ത് സ്റ്റാൻഡേർഡ്, ഡീലക്സ് തുടങ്ങിയ 2 മോഡലാണ് ഉണ്ടായിരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് എന്ന മോഡലാണ്. പക്ഷേ ഡീലക്സ് എന്ന മോഡൽ AC ഉണ്ടായിരുന്നു. ഈ വാഹനം ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ അംബാസഡർ, അതുപോലെ ഫിയറ്റ് തുടങ്ങിയ വാഹനങ്ങളിൽ നിന്നൊക്കെ എല്ലാ തരത്തിലും വ്യത്യസ്തമായിരുന്നു. എന്താണ് എൻജിൻ റിഫൈൻമെൻറ്റ്, എന്താണ് ആഡംബരം, എന്താണ് ലക്ഷറി, അത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ഈ വാഹനമാണ്. ഈ വാഹനമൊക്കെ ആദ്യമായിട്ട് ഞാനൊക്കെ കാണുമ്പോൾ അന്ന് വീട്ടിലൊരു പ്രീമിയർ പത്മിനിയായിരുന്നു, KLI 5909. എന്നും വഴി കിടത്തുന്ന ഒരു പാവപ്പെട്ട വാഹനമായിരുന്നു. 69 മോഡലായിരുന്നു.
അതിനുശേഷം ഈ വാഹനം വന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഉൾഭാഗം ഒന്ന് തുറന്ന് കാണുക എന്നൊക്കെയുള്ള വലിയ സ്വപ്നമായിരുന്നു. ഒരിക്കലും സാധിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ അക്കാലത്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. ബുക്ക് ചെയ്ത് കാലങ്ങളോളം കാത്തിരുന്ന് കിട്ടുന്നൊന്നും നമുക്ക് പരിചയമുള്ള ആർക്കും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ അച്ഛനെ കാണാൻ വേണ്ടി ഒരു എഞ്ചിനീയർ വന്ന് അദ്ദേഹം ഈ വാഹനം ഏറ്റവും പുതിയ 800 വന്നത്. അത് വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് അദ്ദേഹം അകത്തേക്ക് വന്നു. അച്ഛനും അദ്ദേഹം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വണ്ടിക്കകത്ത് ഒരു ഫയൽ ഇരിപ്പുണ്ട്, അത് നീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അദ്ദേഹം എൻ്റെ കയ്യിൽ കീ തരുന്നു. ഞാൻ അന്ന് വെളിയിലെത്തി ഈ വാഹനം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം അത്രയും കാലം നമ്മൾ കണ്ടിരിക്കുന്നത് പ്രീമിയർ കമ്പനിയാണ്. വളരെ പ്രാകൃതമായ ഇൻറ്റീരിയറുള്ള പ്രീമിയർ കമ്പനിയിൽ നിന്നും പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തന്നെയുമല്ല, അതിൻ്റെ പുതുമയുടെ മണമുണ്ടായിരുന്നു. മാരുതി 800 ആദ്യമായിട്ട് വന്നപ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, ആ മണം ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് കണ്ട് ഞാൻ അന്തം വിട്ട് വായും പൊളിച്ച് നിന്നുപോയി. അത്രയും വലിയൊരു വ്യത്യസ്തതയാണ് എന്നെപ്പോലെയുള്ളവരെ കാത്തിരുന്നത്. എന്തായാലും ആ വ്യത്യസ്തത ഇന്ത്യക്കാർക്കെല്ലാം തോന്നി. മാരകമായ രീതിയിൽ ഈ വാഹനം വിറ്റുപോയി. 2014 ഈ വാഹനത്തിൻ്റെ വിൽപ്പന അവസാനിപ്പിച്ചത്. അപ്പോഴത്തേക്കും 26 ലക്ഷം മാരുതി 800 ഇന്ത്യയിലെ റോഡുകളിൽ എത്തിയിരുന്നു. കുറേയൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോയി. എക്സ്പോർട്ട് ചെയ്ത് എല്ലാം കൂടെ കണക്കാക്കിയാലും 28 ലക്ഷം വാഹനങ്ങളെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൽ 26 ലക്ഷവും ഇന്ത്യയിലാണ് വിറ്റഴിക്കപ്പെട്ടതെന്നുള്ള ഈ വാഹനത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. എന്നാൽ തന്നെയല്ല, ഇന്ത്യയിൽ പല പുതുമകളും കൊണ്ടുവന്ന ഈ വാഹനമാണ്. അതായത് കമ്പനി ഫിറ്റഡായിട്ട് AC വരുന്നു, അതുപോലെ തന്നെ MBFI സിസ്റ്റം വരുന്നു, 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നു. അങ്ങനെ പല പുതുമകളും കാലാകാലങ്ങളിൽ മാരുതി കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് 2014 വരെ ഈ വാഹനം വളരെ സജീവമായി നിലകൊണ്ടത്. എന്ന് തന്നെയുമല്ല, അന്നത്തെ എഞ്ചിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് 800cc എഞ്ചിനാണ്, 35 bhp ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ്. അംബാസഡർ പോലുള്ള വാഹനങ്ങളിൽ ഒട്ടും റിഫൈൻഡ് അല്ലാത്ത എഞ്ചിനായതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി പല ഡീസൽ എഞ്ചിനൊക്കെ പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പരിപാടികളെല്ലാം നിന്നുപോയി ഈ വാഹനം വന്നപ്പോൾ. കാരണം ഈ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇത്രയും നീണ്ട ഇൻട്രോ മറ്റൊരു വാഹനത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ചരിത്ര പുരുഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെപ്പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം അവരെ പറ്റി പറയേണ്ടി വരും. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിലുള്ള ഒരു യുഗ പുരുഷൻ തന്നെയാണ് ഈ വാഹനം. അതുകൊണ്ട് അല്പം ഇൻട്രോ നീണ്ടുപോയതിൽ എല്ലാവരും ക്ഷമിക്കണം. ഇനി ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 85 മോഡലാണ്. 84 നിലവിൽ വന്ന 1 വർഷത്തിനുള്ളിൽ വന്ന മോഡലാണ്. 1 വർഷത്തിനുള്ളിൽ വന്ന മോഡലുകളെല്ലാം തന്നെ CKD ആയിരുന്നു. അതായത് ഇവൻ്റെ ടയറും അതുപോലെ ബാറ്ററിയും ഒഴിച്ച് എല്ലാ കാര്യങ്ങളും പരിപൂർണമായും ജാപ്പനീസാണ്. ഈ വാഹനത്തിൻ്റെ ഉടമ ഫെമിൻ ആണ്. ഫെമിൻ നമ്മുടെ കൂടെ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. എന്തായാലും അതിനു മുമ്പ് നമുക്ക് വാഹന ചരിത്രത്തെ മാറ്റി എഴുതിയ ഈ വാഹനത്തിൻ്റെ ഓരോരോ ഘടകങ്ങളായിട്ടൊന്ന് കാണാം, പരിചയപ്പെടാം. ഇപ്പോഴത്തെ വാഹനങ്ങളുടെ മുന്നിൽ കിടക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു തീരെ അശുവാണ് ഈ വാഹനമെന്ന് തോന്നാം. കാരണം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഡയമെൻഷൻസ്. പക്ഷേ ഇന്ത്യക്കാർ 5-6 പേരുള്ള ഫാമിലിയൊക്കെ സുഖമായി വർഷങ്ങളോളം യാത്ര ചെയ്ത വാഹനമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വലിപ്പം വെളിയിൽ നിന്ന് കാണുന്ന വലിപ്പമല്ല, ഉൾഭാഗത്തു നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്യാവശ്യം വേണ്ട സ്പേസൊക്കെ ഇൻറ്റീരിയറിലുണ്ട്. 3355 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം. 1400 മില്ലിമീറ്ററേ ഉള്ളൂ ഉയരം. പക്ഷേ 160 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ റോഡുകൾക്ക് പറ്റിയൊരു വാഹനം തന്നെയായിരുന്നു ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് CKD ആയിട്ട് വന്നതാണ്. അതായത് ജാപ്പനീസ് പാർട്ടുകളാണ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ 86 ആയപ്പോഴേക്കും, അതായത് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 27% ലോക്കലൈസേഷൻ കൊണ്ടുവരികയും പിന്നീട് ഓരോ വർഷവും ലോക്കലൈസേഷൻ കൂടുകയും പൂർണ്ണമായും ഇന്ത്യൻ വാഹനമായിട്ട് മാറുകയും ചെയ്ത ഒരു ചരിത്രമാണ് 800 ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വാഹനം അടുത്ത് കാണുമ്പോൾ എത്രയോ രസകരമാണ് ഈ വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങളുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഗ്രില്ലാണെങ്കിലും എത്ര മനോഹരമാണെന്ന് നോക്കുക. 4-5 സ്ലാട്ടുകളുള്ള ഈ ഗ്രില്ല് 2 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഡാർക്ക് ഒരു ഷെയ്ഡുമുണ്ട്, അതുപോലെ തന്നെ ഒരു ആഷ് ഷെയ്ഡുമുണ്ട്. ഇതിൽ സുസുക്കി 800 എന്ന് കൊടുത്തിരിക്കുന്നു. അന്ന് മാരുതി എന്നുള്ള പേരല്ല, സുസുക്കി 800 എന്നുള്ള പേരിലാണ് ആദ്യം വന്നത്. മാരുതിയുടെ ആ ലോഗോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട വാഹനവും ഇതാണെങ്കിൽ പോലും സുസുക്കി 800 എന്നാണ് ഈ വാഹനം അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു വലിയ രസകരമായ ഒരു കാര്യം കൊണ്ട് അതിപ്പോൾ ഇത് കാണിച്ച കൂടെ പറയാം. മാരുതി സുസുക്കിയുടെ ഈ വാഹനങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു. ഈവൻ ഇംഗ്ലണ്ടിലേക്കും മൊറോക്കോയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ അവിടെയെല്ലാം സുസുക്കിക്കും പ്രസൻസ് ഉണ്ട്. അതായത് സുസുക്കിയുടെ വാഹനങ്ങളും അവിടെ വിറ്റിരുന്നു. അപ്പോൾ ഈ 2 രാജ്യത്തു നിന്നും സുസുക്കിയുടെ ഒരേ വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരേ ബ്രാൻഡിലുള്ള വാഹനങ്ങൾ വരുന്നതിലുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അത്തരം രാജ്യങ്ങളിലേക്ക് അന്ന് കയറ്റുമതി ചെയ്ത വാഹനങ്ങളിൽ നിന്ന് സുസുക്കി എന്നുള്ള പേരെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. മാരുതി 800 എന്ന് മാത്രമാക്കിയിട്ടാണ് കയറ്റുമതി ചെയ്തത്. എന്ന് തന്നെയല്ല, അതിനുവേണ്ടി ഇതിൻ്റെ ലീഫ്ലെറ്റുകളായാലും പരസ്യത്തിലായാലും അതുപോലെ ഇതിൻ്റെ മാനുവൽ ബുക്കിലായാലും എല്ലായിടത്തു നിന്നും സുസുക്കി എന്നുള്ള പേരേ അങ്ങ് എടുത്തു കളഞ്ഞ് ഒരു ഇന്ത്യൻ കമ്പനിയായ മാരുതിയുടെ വാഹനങ്ങൾ എന്ന പേരിൽ ഈ ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ വാഹനം വിറ്റഴിക്കപ്പെട്ടു. അതായത് സുസുക്കി അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സുസുക്കിയുടെ വാഹനങ്ങൾ മാരുതി എന്ന പേരിലും വിൽക്കാനുള്ള അതിബുദ്ധിയാണ് അന്ന് മാരുതി ഉദ്യോഗസ്ഥർ കാണിച്ചത്. എന്തായാലും അതൊക്കെ വലിയ വിജയമായി മാറിയ കഥയാണ് പിന്നീട് നമ്മൾ കണ്ടത്.
ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റാൻലി എന്ന കമ്പനിയുടെ ഒറിജിനൽ ഹെഡ്ലാമ്പാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന ഇൻഡിക്കേറ്റർ ആയാലും പിൻഭാഗത്ത് ടെയിൽ ലാമ്പായാലും എല്ലാം തന്നെ ഡെൻസോ എന്ന് പറയുന്ന കമ്പനിയുടെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. ഇപ്പോൾ ഫെമിൻ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരാൾ സിംഗിൾ യൂസറായിരുന്നു. ഫെമിൻ വാങ്ങിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഇത്രയും വർഷം ഒരാൾ കൊണ്ടുനടന്ന വാഹനമാണ്. എന്ന് തന്നെയല്ല, പരിപൂർണമായും സ്റ്റോക്ക് കണ്ടീഷനാണ് ഈ വാഹനം. ഇതിൽ യാതൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ല. ഒന്ന് റീപെയിൻറ്റ് ചെയ്തു എന്നല്ലാതെ ഫെമിൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഭംഗി ഈ വാഹനത്തിനുണ്ട്. പിന്നെ പല ഭാഗങ്ങളൊരു സ്ക്വയർ ടൈപ്പാണ് ഈ വാഹനം. അങ്ങനെ കാര്യമായ രീതിയിൽ എന്താ പറയേണ്ടത്, ഡിസൈൻ ഗിമ്മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. രസകരമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തു നിന്ന് ദൂരം നോക്കുമ്പോൾ പഴയ ഫോക്സ് വാഗൺ ഗോൾഫിനെയൊക്കെ ഒന്ന് ഓർപ്പിച്ചേക്കാം. പക്ഷേ അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വാഹനങ്ങളെപ്പറ്റി കൂടുതൽ അടുത്തപ്പോൾ പണ്ടൊന്നും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. എന്തായാലും വിശാലമായ ബോണറ്റിൽ ഇങ്ങനെ പവർ ബൾജുകളൊക്കെ കാണാം. അതുപോലെ ഇവിടെ എയർ സ്കൂപ്പ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് ബമ്പർ ബ്ലാക്ക് നിറത്തിലാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ താഴേക്കുള്ള ഭാഗം വീണ്ടും റെഡായിട്ട് മാറിയിരിക്കുന്നു. ഉയർന്നൊരു സ്റ്റാൻസ് ആയിരുന്നു. ഈ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കുഴികൾ നിറഞ്ഞ റോഡിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ വിൻഷീൽഡിൻ്റെ ചുറ്റുമൊക്കെ സ്റ്റീലിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ടുണ്ട്. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ടയറും ബാറ്ററിയും മാത്രമായിരുന്നു ഇന്ത്യൻ, ബാക്കിയെല്ലാം തന്നെ ജാപ്പനീസ് ആയിരുന്നു. ഇതിപ്പോൾ പിന്നെ ടയറൊക്കെ പിന്നീട് മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. 12 ഇഞ്ചാണ് ടയേഴ്സ് കൊടുത്തിരുന്നത്. ഈ വാഹനത്തിന് ചേരുന്ന സൈസ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും 12 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ അതൊട്ടും തന്നെ കുറവല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. വശക്കാഴ്ചയിലൊക്കെ എത്രത്തോളം മനോഹരമാണ് ഈ വാഹനം നോക്കുക. ഇപ്പോൾ പോലും കണ്ടാൽ കൊതി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇത് മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുകൂടിയാണ്. എങ്കിൽ പോലും സുന്ദരമായ ഷേപ്പാണ്. ആ ഒരു വലിയ അംബാസഡറിൻ്റെയും അതുപോലെ തന്നെ പത്മിനിയുടെയും കാലത്ത് എത്രത്തോളം നമ്മൾ സ്നേഹിച്ചിരുന്നു ഈ വാഹനത്തെ എന്നുള്ളത് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആ രീതിയിൽ സുന്ദരവും ഒരു മിഠായി പോലെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു വാഹനവുമാണിത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 160 എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ത്യയിൽ ആവശ്യമായിരുന്നു. അതങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം വിൻഡോ ലൈനുകളെല്ലാം തന്നെ ഈ ഒരു സ്റ്റീൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയാൻ ഈ കാണുന്ന ഡോർ ഹാൻഡിൽ മാത്രമേ ഉള്ളൂ. ഈ ഡോർ ഹാൻഡിൽ പോലും അന്നൊരു പുതുമയായിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം അംബാസഡറിൻ്റെയൊക്കെ ഓർമ്മയുണ്ടല്ലോ, വലിയ തടിച്ച ഡോർ ഹാൻഡിലായിരുന്നു. ഇത് വളരെ ലളിതമായി തുറക്കാവുന്ന ഡോർ ഹാൻഡിലാണെന്ന് കൊടുത്തിരുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു രസകരമായൊരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, പിൻഭാഗത്ത് അംബാസഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കില്ല അറിയാലോ, ലോകത്തിൽ ഫ്രിഡ്ജ് കയറ്റി കൊണ്ടുപോകാവുന്ന ബൂട്ടുള്ള ഒരേ ഒരു വാഹനമായിരുന്നു അംബാസഡർ. അതിൻ്റെ അകത്ത് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ച പോലെ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന സ്ഥിരം കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു വലിയ ബൂട്ട് കപ്പാസിറ്റിയുള്ള വാഹനത്തിൽ നിന്ന് നമ്മൾ വന്നത് ചെറിയ ബൂട്ട് കപ്പാസിറ്റിയുള്ള 800ലേക്കാണ്. എന്ന് തന്നെയുമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് തുറന്നാണ് ബൂട്ടിലേക്കുള്ള ആക്സസ് എന്നുള്ളതായിരുന്നു. അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചൊരു വലിയ പ്രത്യേകതയായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇത് തുറക്കുമ്പോൾ ഈ ഗ്ലാസ് ഏരിയ ആണ് തുറക്കുന്നത്. സത്യത്തിൽ അത് ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വലിയ പെട്ടിയൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അതും നമ്മൾ സഹിച്ചതിന് കാരണം ഈ വാഹനത്തിന് മറ്റ് ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എന്തായാലും ഇതിന് ശേഷം ഈ ഒരു ഗ്ലാസ് ഏരിയ തുറന്ന് സാധനങ്ങൾ വയ്ക്കുന്ന ഒരു പതിവ് വന്നത് ആ കിടക്കുന്ന ഹോണ്ട ബ്രിയോയിലാണ്. ഞാനിപ്പോൾ ഈ വാഹനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഹോണ്ട ബ്രിയോയിലാണ്. അതിലും ആണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്ലാസ് തുറന്ന് ബൂട്ടിലേക്ക് ആക്സസ് ഉള്ള ഈ പരിപാടി കാണുന്നത്. പിന്നെ ഈ കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസുവിൻ്റെ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ഈ വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം LED ടെയിൽ ലാമ്പാണ്, LED ഹെഡ് ലാമ്പാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും എത്രയോ മനോഹരമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് നോക്കുക. അതുപോലെ ഈ ഒരു ഗ്ലാസ് ഏരിയയും അന്നൊരു വലിയ പുതുമയായിരുന്നു. ഇതൊക്കെ ഫോക്സ് വാഗൺ ഗോൾഫിനെ ഓർപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ വലിയൊരു പുതുമയായിരുന്നു അക്കാലത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സുസുക്കി 800 തന്നെയാണ് ഇവിടെയും ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് ഒരു നീണ്ട എക്സോസ് പൈപ്പും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റി പറയാവുന്നത്. എത്ര കാലം കഴിഞ്ഞാലും നശിക്കാത്തൊരു പുതുമ ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാരുതി 800നെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പുതിയ വാഹനങ്ങൾ വന്നാലും ഈ വാഹനത്തിൻ്റെ ഒരു രൂപവും അതുപോലെ ഇതിൻ്റെ ഒരു ഗുണഗണങ്ങളും ഒന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോവുകയില്ല. അത്രമേൽ സ്നേഹിക്കാനാണ് നമ്മൾ 30 വർഷത്തോളം 800 എന്ന് പറയുന്ന ഈ വാഹനത്തെ വാങ്ങിച്ചുകൊണ്ടേയിരുന്നത്. അതിനുശേഷം BS4 എമിഷൻ നോംസ് വന്നപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എൻജിൻ മാറ്റാനുള്ള മടി കൊണ്ടാണ് മാരുതി ഈ വാഹനത്തെ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ വീണ്ടും ഇത് വിറ്റ് പോവുകയായിരുന്നു. എന്ന് തന്നെയല്ല, മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 800 എന്ന് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ പേര് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വാഹനത്തിൻ്റെ എൻജിൻ
കപ്പാസിറ്റി എൻജിൻ CC 800 CC ആയതുകൊണ്ട് ആ പേരിലാണ് ഈ വാഹനം വന്നത്. അതിനെപ്പറ്റിയൊക്കെ ഭാർഗവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിന് പേരിടേണ്ടതെന്ന് നോക്കുക, വലിയ വഴക്കൊക്കെ ഉണ്ട്. അവസാനം ആരോ പറഞ്ഞു എന്തിനാ അതൊന്നും വേണ്ട, 800 എന്നങ്ങ് പേരിടാം, അതായത് എൻജിൻ കപ്പാസിറ്റി വെച്ച് തന്നെ. അങ്ങനെ ലോക ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് 800 എന്ന് പറയുന്ന പേര് 800 എന്ന എൻജിൻ കപ്പാസിറ്റിയോടുകൂടെ പേര് വരുന്ന ആദ്യത്തെ വാഹനം ഇത് തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഫോർഡിൻ്റെ മോഡൽ T ആയിരുന്നു അമേരിക്കക്കാരെ വാഹനം എന്താണെന്ന് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഫോക്സ് വാഗൺ ബീറ്റിലാണ് ജർമ്മൻകാരെ വാഹനം എന്താണെന്ന് പഠിപ്പിച്ചത്. അതുപോലെ ഇന്ത്യക്കാരെ വാഹനം എന്താണെന്ന് പഠിപ്പിച്ച മാരുതി 800 നമ്മളിപ്പോഴും തന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈജു എന്നായിരുന്ന ആ സ്കൂൾ വിദ്യാർത്ഥിയെ അമ്പരപ്പിച്ച ആ ഇൻറ്റീരിയറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അന്ന് ഈ മോനെ പോയി ആ ഫയൽ എടുത്തുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഒരു പക്ഷേ ആ വാഹനം സ്വന്തമാക്കിയിരുന്ന അങ്കിളും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ വാഹനം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഞാനും ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒരു 70 വർഷം കഴിഞ്ഞാൽ മരിക്കുകയുള്ളൂ. കാരണം എനിക്കൊരു 90 വയസ്സ് വരെയാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി 70 വർഷം കൂടി ഞാൻ ജീവിക്കും. അത്രയും കാലം ഈ വാഹനം ജീവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവൻ പൂർണ്ണമായും ജാപ്പനീസ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഇപ്പോൾ ഈ കാണുമ്പോൾ അയ്യോ ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ അന്നൊക്കെ നമ്മളെ അമ്പരപ്പിച്ച ഇൻറ്റീരിയർ തന്നെയാണിത്. കാരണം അംബാസഡറിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് മോഡലാണ്, AC മോഡലല്ല. എങ്കിലും AC യുടെ മറ്റ് കൺട്രോളുകളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AC മാത്രം അവിടെ ഫിറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന AC വെൻറ്റുകൾ, ഇതുപോലെയുള്ള ഇത്തരം സ്വിച്ചുകൾ പോലും അന്ന് വലിയ പുതുമയായിരുന്നു. അതുപോലെ AC ഇല്ലെങ്കിലും ഫാൻ മാത്രമായിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് പുതുമയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മ്യൂസിക് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതുപോലും ഫിറ്റ് ചെയ്യാതെ ഒറിജിനാലിറ്റി നിലനിർത്തിയിരിക്കുകയാണ് ഫെമിൻ എന്നുള്ളതാണ്. ഫെമിൻ എന്ന മനുഷ്യനെ നമ്മൾ ആദരിക്കാനുള്ള കാരണങ്ങളിലൊന്ന്. വളരെ ചെറിയ തോതിൽ നമുക്ക് ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു ക്ലോക്ക് ഫിറ്റ് ചെയ്യാമായിരുന്നു. വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ്. അതുപോലെ ഡോർ പാഡിലേക്ക് നോക്കിയാൽ ഒന്നുമില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പറയുന്നത് ആ ബോട്ടിൽ വയ്ക്കാൻ സ്ഥലമുണ്ട്, മറ്റേതുണ്ട്, ആംബ്രസ്റ്റ് ഉണ്ട്. പക്ഷേ അന്നൊരു ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ലോക്ക് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അതും ഒരു വലിയ പുതുമയായിരുന്നു ആ കാലത്ത്. വളരെ ചെറിയൊരു ലോക്കൊക്കെ ഡോറിനുണ്ടായിരുന്നു. അതുപോലെ ഈ സീറ്റ് കവർ പോലും ഒറിജിനലാണ് എന്നുള്ളത് നമ്മളെ ഫെമിനെ വീണ്ടും ആദരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ആദ്യമായി ഇന്ത്യയിലെ വാഹനങ്ങൾ ഹെഡ് റെസ്റ്റ് വന്നത് മാരുതി 800 എന്നുള്ളതാണ്. അതിപ്പോഴും കാണാം. ഇതൊരു വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഫ്രണ്ടൽ കൊളീഷൻ ഉണ്ടാകുകയാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം വെച്ച് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത തടുക്കുന്നൊരു സാധനമാണ് ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. സേഫ്റ്റിയുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട കാര്യമാണ്. അതൊക്കെ മാരുതി കൊണ്ടുവന്നിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 3 pointed സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. പക്ഷേ പിന്നീട് മാരുതി ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് പക്കയാക്കിയിരുന്നു. പക്ഷേ ABS, EBD, എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടെ ചോക്ക് ഉണ്ടായിരുന്നു. അതായത് രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് വലിച്ചു വെച്ച് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അംബാസഡറിൻ്റെ പതിവാണ് അതും കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇടതുവശത്ത് ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കിലോമീറ്റർ കൗണ്ടർ ഇവിടെ കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്യൂവൽ ഗേജാണ്. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഗേജ് കൊടുത്തിരിക്കുന്നു. ബാറ്ററിയുടെയും മറ്റും ഇൻഡിക്കേഷനുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാണെങ്കിലും മനോഹരമായിട്ടാണ് അത് ഉൾച്ചേർത്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും വളരെ ബേസിക്കാണ്. അതിൽ ഹോൺ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ 2 സൈഡിലും സാധാരണ ഇപ്പോഴത്തെ വാഹനങ്ങൾ കാണുന്ന പോലെ ഇവിടെ വൈപ്പറും ഇവിടെ ലൈറ്റുകളുടെ സ്വിച്ചുകളുമാണ്. പക്ഷേ അതും ഒരു പുതുമയായിരുന്നു. കാരണം അംബാസഡറിൽ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, സ്വിച്ചുകളൊന്നും കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ പുതുമയായിരുന്നു. ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് ഈ ഒരു രീതിയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ വാഹനം പുറത്തുനിന്ന് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇതിന് സ്പേസ് ഒട്ടും കുറവല്ല എന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ കണ്ടു, ഇഷ്ടംപോലെ സ്പേസാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു ചെറിയ പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആഷ്ട്രേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവർ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അത് ഇപ്പോൾ പോലും കണ്ടോ, വലിയ പ്ലേ ഒന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നു. പഴയ കോളിസുകളൊക്കെ പോലും വിറച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം വിറയ്ക്കാതെ നിലകൊള്ളുന്നുണ്ട്. പിന്നെ ഇവിടെയൊന്നും സെൻട്രൽ കൺസോളിലൊന്നും യാതൊരു സ്റ്റോറേജ് സ്പേസും ഇല്ല. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ മാത്രമാണ് നമുക്ക് കാണാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുൻഭാഗത്ത് കാണാവുന്നത്. നമുക്കിനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലല്ലോ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഫ്രണ്ടിലെ സീറ്റ് ഏറ്റവും പിന്നിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് വലിയ തിരക്കേടില്ലാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സീറ്റ് പക്ഷേ കുറച്ച് മുന്നിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് കൂടുതൽ കാണാവുന്നതാണ്. ഒരു സെൻട്രൽ ടണൽ കാണാം. എങ്കിൽ പോലും 3 പേരൊക്കെ സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു പിൻഭാഗത്തിരുന്നുകൊണ്ട്. മറ്റൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, ഇത് ഇന്ത്യയിൽ
അക്കാലത്ത് വന്നതിലെ ആദ്യത്തെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അതുവരെയുള്ള എല്ലാം റിയൽ വീൽ ഡ്രൈവ് ആയിരുന്നു, ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ആ ഒരു പ്രത്യേകത കൂടി പറയേണ്ടതുണ്ട്. അത് ഈ സെൻട്രൽ ടണൽ കണ്ടപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. സീറ്റുകൾ കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോഴും നമ്മൾ പല വാഹനങ്ങളും കാണുന്ന പോലെ തന്നെ തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് കുഷനിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം ഇവിടെയും കൂടി കുഷനിങ് ആയിരിക്കും ഈ ബോൾസ്റ്റേഴ്സൊക്കെ വെച്ച്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പക്ഷേ സോഫ്റ്റായ ഒരു ലെതറിൻ്റെ ഭാഗം അവിടെ കൊടുത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ മുൻഭാഗത്തെ പോലെ തന്നെയാണ്. ഡോർ പാഡിൽ കാര്യങ്ങളൊന്നും തന്നെയില്ല. വളരെ ചെറിയൊരു ആശ്രയം ഇവിടെ കൊടുത്തിരുന്നു. അന്നൊക്കെ പണ്ടോറെ വലിക്കാരായിരുന്നു തോന്നുന്നു ഇന്ത്യയിലുള്ളത്. ഇവിടെയൊക്കെ ആശ്രയം കാണാം. ഇപ്പോൾ വലിയെല്ലാം കുറഞ്ഞ് നമ്മളെല്ലാവരും കുടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലേക്ക് ഇന്ത്യ വികസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ മേൽഭാഗത്തൊക്കെ ആണെങ്കിൽ മനോഹരമായ രീതിയിലാണ് ഈ ഒരു കുഷനിങ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ സോഫ്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് വളരെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം വളരെ പ്ലസൻ്റാണ് ഇൻറ്റീരിയർ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് എൻജിനൊന്ന് തുറന്ന് കാണാം. 30 വർഷങ്ങളോളം ഇന്ത്യയെ ചലിപ്പിച്ച എൻജിനാണിതെന്ന് പറയാം. അതായത് ഇന്ത്യക്കാർക്ക് ഒരു മൊബിലിറ്റി കൊടുത്ത എൻജിനാണിത് എന്നും തീർച്ചയായിട്ടും പറയാം. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകൾ പ്രധാനമായിട്ടും വാഹനങ്ങൾ 4 ചക്ര വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങിയത് മാരുതി 800 വന്നപ്പോഴാണ്. അതിനു മുമ്പ് അംബാസഡറൊക്കെ ഓടിച്ചു നടക്കുക എന്നുള്ളത് വളരെ ചുരുക്കം സ്ത്രീകളാണ് ചെയ്തിരുന്നത്. പക്ഷേ ഫിയറ്റ് ഒരു പരിധി വരെ സ്ത്രീകൾ ഓടിച്ചിരുന്നു. എന്തായാലും ഈ വാഹനത്തിൻ്റെ വലിപ്പം പോലെ തന്നെ വളരെ ചെറിയ എഞ്ചിനാണ് കാണുന്നത്. 800cc എഞ്ചിനാണ്, 35 bhp എഞ്ചിനായിരുന്നു. എന്തായാലും ഈ വാഹനത്തിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറൊക്കെ ഭംഗിയായിരിക്കും. പക്ഷേ എൻജിൻ റൂം തുറന്ന് കാണുകയാണെങ്കിൽ ചെളിയും പൊടിയുമൊക്കെ ഉണ്ടാവും. ഇതിൽ അതുപോലുമില്ല. ആ രീതിയിൽ ഈ വാഹനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫെമിനെയാണ് നമുക്കിനി പരിചയപ്പെടേണ്ടത്. ഫെമിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ഫെമിൻ്റെ ഫ്രണ്ട് ടോബിനാണ്. അപ്പോൾ ഫെമിൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പ്രായത്തിൽ, അതായത് നിങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ തുടങ്ങിയ കാലത്തൊന്നും കണ്ടിട്ടുള്ളവരായിരിക്കില്ല. പക്ഷേ വാങ്ങിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വാഹന ചരിത്രം തന്നെയാണ് ഈ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫെമിൻ ഇത് വാങ്ങിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. 1 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് 37 വർഷം ഇന്ത്യയുടെ റോഡുകളിലൂടെ ഓടിയതിന് ശേഷമാണ് ഫെമിൻ വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ ഇത് സിംഗിൾ ഓണർ ആയിരുന്നു അല്ലേ? സിംഗിൾ ഓണർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്ന ആളായിരുന്നു? ഞാനൊരു ഡീലറിന്റെ അടുത്ത് നിന്ന് ആക്ച്വലി വാങ്ങിയത്. അതിന്റെ ഓണറിനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പിന്നെ സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മളിത് വാങ്ങാൻ താല്പര്യം കാണിച്ചത്. അപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ ഇത് വാങ്ങിക്കുമ്പോൾ? ഒരു 90% ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിന്റ് ഒക്കെ കുറച്ച് മിസ്മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോട്ട് റീസ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പം ഫെമിൻ വാങ്ങിച്ചതിന് ശേഷം ചെയ്ത ആകെ ഒരു പെയിന്റ് റീസ്പ്രേ പിന്നെ ഒരു ജനറൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫെമിൻ വർക്ക് ചെയ്യുന്നത് നിപ്പോൺ ടൊയോട്ടയിലാണ്. അതായത് ടൊയോട്ടയുടെ ഏറ്റവും ആധുനികമായ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളാണ്. അതിനുശേഷം ഈ വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ വാഹനങ്ങളോട് സാമ്യം തോന്നുന്നത്? സാമ്യം തോന്നണെന്ന് പറയാൻ പറ്റില്ല. രണ്ടും ഒരു വേറെ ഫീലാണ്. പുതിയ വണ്ടി ഓടിക്കണത് നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതില് പോകുമ്പോ എന്തായാലും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റോഡിൽ കൂടി പോകുമ്പോ ആ ഒരു ടോയ് കാർ പോണ പോലെ ഒരു അപ്പിയറൻസ് ഉള്ള കാരണം ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. റിഫൈൻമെന്റ് ലെവലൊക്കെ എന്താ തോന്നുന്നത്? ഇത് ഇത്രയും പഴയ ഒരു വാഹനം സ്മൂത്ത് ആണ്. നമുക്ക് ഇപ്പോൾ 4 സ്പീഡ് ആണല്ലോ, നമുക്ക് ആ 4 ഗിയർ ഉള്ളെന്നുള്ളതിന്റെ ഒരു പോരായ്മ ഒന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല. 4ാമത്തെ ഗിയറിലാണെങ്കിലും നമുക്ക് ഒരു ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഒരു വണ്ടി സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയിക്കോളും. വേറെ ട്രബിളോ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ബോഡി വെയിറ്റ് കുറവാണല്ലോ, വണ്ടി അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ ഇതില് 4-5 പേരൊക്കെയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ല, മാക്സിമം 2 പേര് ഇട്ടുള്ളൂ. എനിക്ക് ഞാനിൽ കണ്ടൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ സ്റ്റീരിയോ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല. എല്ലാ സ്ലോട്ട് അടക്കം അവിടെ തന്നെ ഉണ്ട്. ഡാഷ്ബോർഡ് ഒന്നും കട്ട് ചെയ്യാതെ ആ ഒരു ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതും അങ്ങനെ തന്നെ തുടരാനാണോ ഫെമിനിന്റെ പരിപാടി? AC ഒന്നും ഫിറ്റ് ചെയ്യില്ല. AC-യുടെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ ഡെയിലി യൂസ് ഒന്നും ഇല്ല. ഈ വണ്ടി വേറെ വണ്ടികളുള്ള കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത്രയും പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് ഇനി AC-ക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നെക്സ്റ്റ് വരാൻ പോണെന്നുള്ളത് ഞാനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം മറ്റെന്തെങ്കിലും തരത്തിൽ മെയിൻ്റെനൻസ് വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ജനറൽ സർവീസ് അല്ലാതെ വേറെ മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഞാനത് അന്വേഷിച്ചിട്ടാണ്. വണ്ടി ഒരുപാട് വണ്ടികൾ കണ്ടു. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യം വണ്ടികളെല്ലാം കണ്ടു. പക്ഷേ ഓണർഷിപ്പിന്റെ പ്രശ്നവും പിന്നെ എൻജിൻ സൈഡ് ആണെങ്കിലും ഒരുപാട് മാറ്റം വരുത്തിയേക്കണ വണ്ടികളൊക്കെയാണ് കൂടുതലുള്ളത്. കാരണം എൻജിൻ്റെ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ, ഓൾട്ടർനേറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പല ആഫ്റ്റർ മാർക്കറ്റ് ബ്രാൻഡുകൾ കയറ്റി സർവീസ് ചെയ്തൊക്കെ ഇതിൽ ഒരു 90% സാധനങ്ങൾ ഒറിജിനലാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയോണ്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വില അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പുതുതായിട്ട് സ്പെയർ പാർട്സ് വേണ്ടി വന്നാൽ ഇപ്പോൾ അത് സ്പെയർ അങ്ങനെ മാരുതിയിൽ അവൈലബിൾ അല്ല. നമ്മൾ അവൈലബിൾ അല്ല. ഇല്ല. പിന്നെ ടൈപ്പ് 1-ൻ്റെയോ ടൈപ്പ് 2-ൻ്റെയോ സ്യൂട്ട് ചെയ്ത് എടുക്കേണ്ടി വരുന്നു. പിന്നെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആൾ പറയണതാണ് അതിൻ്റെ വില. ഇപ്പോൾ ഒരു 2 ടീംസ് ഉണ്ട് മെയിനായിട്ട് ഇതിൻ്റെ സ്പെയർ കൊടുക്കണത്. ഒന്ന് നോർത്ത് ഇന്ത്യ സൈഡിലൊരു പുള്ളിയും പിന്നെ തമിഴ്നാട്ടിലുള്ള ഒരാളാണ്.
അവർ പറയണതാണ് സ്പെയറിൻ്റെ വില ഇപ്പോൾ. ശരി ശരി ശരി. അപ്പോൾ ഫെമിനി എടുത്തപ്പോൾ എത്ര രൂപയായി? ഞാൻ 1.55 കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങിയത്. അതായത് 84 47,500 രൂപയായിരുന്നു ഇതിൻ്റെ വില, 48 താഴെ. ആ വാഹനം 37 വർഷം കഴിഞ്ഞ് വാങ്ങിച്ചപ്പോൾ 1,55,000 രൂപ. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും അധികം റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമായിരിക്കും അല്ലേ? ടൊയോട്ടയാണ് മെയിനായിട്ട് റീസെയിൽ വാല്യൂ ആശാന്മാർ. അവിടെ ജോലി ചെയ്യുന്ന ഫെമിൻ ഇതിൻ്റെ 3 ഇരട്ടി വില കൊടുത്ത് 37 വർഷം കഴിഞ്ഞ് വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഇത് അങ്ങേയറ്റം മനോഹരമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സമ്മതിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും പഴക്കമൊന്നും തോന്നുകയില്ല. ഞാൻ ഈ പറഞ്ഞ എൻജിൻ റൂം പോലും അതിമനോഹരമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചത് 1.55 2.55 വാങ്ങിച്ചാലും ജീവിതത്തിൽ വെർത്താണ്. കാരണം ഇന്ത്യയെ മൂവ് ചെയ്യാൻ പഠിപ്പിച്ചത്, അതായത് മൊബിലിറ്റി സമ്മാനിച്ച വാഹനമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു ടോബിൻ. രാവിലെ മെനക്കെട്ട് രണ്ടുപേരുടെ വെളുപ്പിന് നമ്മൾ വരുത്തിയിരിക്കുകയാണ്. ആയിരത്തി 1984 ആദ്യത്തെ മാരുതി 800 സ്വന്തമാക്കിയ ആൾ ആദ്യമായി ഈ വാഹനം ഓടിച്ചപ്പോൾ തോന്നുന്ന അതേ സന്തോഷമാണ് എനിക്കും തോന്നുന്നത്. കാരണം എത്രയോ വർഷം കൂടിയാണ് ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്. എൻ്റെ വീട്ടിൽ പ്രീമിയർ പത്മിനിക്ക് ശേഷം പിന്നീട് മാരുതി 800 ആണ് വാങ്ങിച്ചത്. അത് പക്ഷേ ഈ ഷേപ്പല്ല, ഇത് കഴിഞ്ഞുള്ള ഷേപ്പ്. അത് വന്നത് 86 അവസാനമാണ്. അതായത് വെറും 2 വർഷം മാത്രമാണ് ഈ ഷേപ്പുള്ള മാരുതി 800 ഉണ്ടായിരുന്നത്. അതിനുശേഷം 2014 ഈ വാഹനത്തിൻ്റെ നിർമ്മാണം അവസാനിപ്പിക്കുന്നത് വരെ വ്യത്യസ്തമായ ഷേപ്പായിരുന്നു. അത് നിങ്ങളെല്ലാവരും ധാരാളം കണ്ടിട്ടുള്ള മാരുതി 800 തന്നെയാണ്. അതിപ്പോൾ നമ്മളുടെ മാർക്കറ്റിലൊക്കെ, യൂസ്ഡ് കാർ മാർക്കറ്റിലൊക്കെ സുലഭമാണ്. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മാരുതി 800ൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ഷേപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ പോലും എത്രത്തോളം റിഫൈൻഡാണ് ഈ വാഹനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. സാധാരണഗതിയിൽ ഇത്രയും പഴയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തോന്നുന്ന യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ആകെ എനിക്ക് തോന്നിയൊരു കാര്യം ഗിയർ ഷിഫ്റ്റുകൾ ഒരല്പം ടൈറ്റാണെന്നുള്ളതാണ്. അത് സ്ഥിരമായി ഫെമിൻ ഇത് ഓടിക്കാത്തതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഫെമിന് വാഹനങ്ങളുടെ കളക്ഷനുണ്ട്, പുതിയ വാഹനങ്ങളുടെ അല്ല, ഇത്തരത്തിലുള്ള അന്യം നിന്നുപോയ വാഹനങ്ങളുടെ കളക്ഷനുണ്ട്. അതിലൊന്ന് ഫിയറ്റ് പാലിയോ S10 ആണ്. അതായത് സച്ചിൻ തെണ്ടുൽക്കറുടെ സൈഡോട് കൂടിയ S10, അത് നമ്മളൊരിക്കൽ ചെയ്തിരുന്നു. അതുകൂടാതെ സ്റ്റീൽ, സെന്നിൻ്റെ സ്റ്റീൽ എന്ന ആ ഒരു മോഡലുണ്ട്, അത് നമ്മളൊരിക്കൽ ചെയ്തതാണ്. അന്ന് നമ്മളുടെ സ്റ്റീലുമായി വന്ന വിനീതാണ് പിന്നീട് ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരിക. നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം, ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനുമുള്ള കാരണക്കാരൻ. അപ്പോൾ വിനീതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ ആകെ ഒരു ചെറിയ ശബ്ദം ഇതിൽ നിന്ന് തോന്നുന്നത്, ഇപ്പോൾ മഴ പെയ്തപ്പോൾ വൈപ്പർ ഇട്ടപ്പോൾ വൈപ്പർ ഒന്ന് ക്രേങ് എന്ന് വരുന്നൊരു ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാനില്ല. എൻജിൻ അങ്ങേയറ്റം സ്മൂത്താണ്. തന്നെയുമല്ല ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ അസൂയപ്പെടുത്തുന്ന ഡ്രൈവിംഗ് പൊസിഷനാണ്. പിന്നെ വിസിബിലിറ്റി, അപാരമായ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് ഗംഭീരമായ വിസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്തപ്പോൾ ചെറിയ സൗണ്ട് കേട്ട് കാണുമല്ലോ, അതാണ് ഇതിൻ്റെ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അത് ഈ വണ്ടിയുടെ കുഴപ്പം അല്ല, അതായത് മാരുതി 800ൻ്റെ കുഴപ്പമല്ല, അത് ഈ വാഹനത്തിൻ്റെ അത്തരത്തിലുള്ള ചെറിയ 1-2 കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ അംബാസഡർ അല്ലെങ്കിൽ പ്രീമിയർ പത്മിനി തുടങ്ങിയ വാഹനങ്ങൾക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്കാരൻ ഈ വാഹനം ഓടിച്ചപ്പോൾ തോന്നിയ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ വർഷങ്ങളോളം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വീട്ടിൽ ഉണ്ടായിരുന്ന പ്രീമിയർ പത്മിനി ഓടിച്ചു തുടങ്ങിയാണ് എന്നുള്ളതുകൊണ്ടാണ്. 3 വയസ്സിൽ ഞാൻ ഗ്രൗണ്ടിൽ കൂടെ ഓടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ 12 വയസ്സിലൊക്കെ കാർ ഓടിക്കാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ചേട്ടാ തള്ളല്ലെന്ന് ചോദിക്കരുത്, സത്യമാണ്. കാരണം എൻ്റെ വീട്ടിൽ ഒരേ ഒരു ആൺതരി എന്നുള്ള നിലയ്ക്കും പിന്നെ അച്ഛൻ്റെ ജോലിയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് ഓടിച്ച് ശീലിച്ചതാണ്. അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും. അപ്പോൾ ആ കാലം തൊട്ട് ഓടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ എത്രത്തോളം കൂടുതലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോഴും ബോധ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇനി എഞ്ചിൻ സ്പെക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 796 cc എഞ്ചിനാണിത്. 5500 RPM മാക്സിമം പവറായ 38 bhp ലഭിക്കുന്നത്. 140 കിലോമീറ്ററാണ് കമ്പനി മാക്സിമം സ്പീഡ് പറഞ്ഞിരുന്നത്. പക്ഷേ 140 കിലോമീറ്റർ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ള മറ്റൊരു കാര്യം. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മക്ഫേഴ്സൺ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങും മുന്നിലും, കോയിൽ സ്പ്രിങ്ങും ഗ്യാസ് ഫിൽഡ് ഷോക്ക് അബ്സോർബേഴ്സും പിന്നിലും അതായിരുന്നു കൊടുത്തിരുന്നത്. സ്റ്റിയറിംഗ് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പാണ്. 4.42 മീറ്ററിൽ ഈ വാഹനം തിരിച്ചെടുക്കാമായിരുന്നു, അതായത് ടേണിംഗ് റേഡിയസ്.
ബ്രേക്ക് മുൻഭാഗത്ത് ഡിസ്കും പിൻഭാഗത്ത് ഡ്രമ്മുമായിരുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് മെക്കാനിസമാണ് കൊടുത്തിരുന്നത്. 14 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ വേഗത എടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു അത് അംബാസഡറിൻ്റെ കാര്യത്തിൽ ഒരു 20 സെക്കൻഡൊക്കെ ആയിരുന്നിരിക്കാം. ആ ഒരു വലിയ വ്യത്യാസവും മാരുതി 800 വന്നപ്പോൾ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. 650 കിലോഗ്രാം ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ഭാരം. AC ഉള്ള മോഡലിന് 665 കിലോഗ്രാമും. 28 ലിറ്റർ ആയിരുന്നു ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് കമ്പനി പറഞ്ഞിരുന്നത് തന്നെ 25 km/ലിറ്ററാണ്. പക്ഷേ 22 വരെയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫെമിൻ പറഞ്ഞതും അത് തന്നെയാണ്. ഫെമിന് 20 km കൂടുതൽ മൈലേജ് ഈ വാഹനം തരുന്നുണ്ടെന്നുള്ള കാര്യം. എഞ്ചിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചു കൊടുത്തത് നിപ്പോൺ ഡെൻസോയും അതുപോലെ തന്നെ മിക്കുനി തുടങ്ങിയ കമ്പനികളൊക്കെയാണ്. അതെല്ലാം ഇപ്പോഴും ജപ്പാനിലെ ഏറ്റവും വിഖ്യാതമായ കമ്പനികൾ തന്നെയാണ്. അങ്ങനെ ഇൻ്റർനാഷണൽ വാഹനം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ കാര്യത്തിലും ആ ഒരു ഇൻ്റർനാഷണൽ നിലവാരം കാത്തു സൂക്ഷിക്കാനും പഴയ മാരുതി 800 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഇന്ത്യയിൽ വിപണിയിൽ എത്തിയതിനു ശേഷം പല ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കും കയറ്റുമതി ചെയ്യാൻ സാധിച്ചത്. ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തു പോയത് 500 കാറുകളാണ്. അത് ഹംഗറിയിലേക്കായിരുന്നു. അത് ഒക്ടോബർ 24 1987. അതിനുശേഷം അന്നത്തെ ചെക്കോസ്ലോവാക്യ, യുഗോസ്ലാവിയ അതൊക്കെ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കൊക്കെയായി മാറിയിട്ടുണ്ട്. അവിടേക്ക് കയറ്റുമതി ചെയ്തു. ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, മാൾട്ട, ഇറ്റലി അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു. അവിടെയെല്ലാം ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൻ്റെ മാരുതി എന്ന ബാഡ്ജിങ് മാത്രമുള്ള മോഡലാണ് കയറ്റുമതി ചെയ്തത്. സുസുക്കി എന്നുള്ള ബാഡ്ജിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരുന്നു. ആദ്യം വന്ന ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടറൊക്കെ കാർബറേറ്റർ മോട്ടറായിരുന്നെങ്കിൽ പിന്നീട് MBFI മോഡലൊക്കെ വന്നു. പ്രധാനമായിട്ടും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എഞ്ചിനിൽ വരുത്തിയത്. എന്തായാലും BS4 അല്ലെങ്കിൽ യൂറോ 4 എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴേക്കും മാരുതി 800 നിർത്തലാക്കാൻ കമ്പനി ആലോചിച്ചു. അങ്ങനെ ഏപ്രിൽ 2010 തൊട്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള സിറ്റികളിൽ മാത്രമാണ് മാരുതി 800 വിറ്റ് വന്നിരുന്നത്. 2014 പൂർണ്ണമായും വിൽപ്പന അല്ലെങ്കിൽ നിർമ്മാണം നിർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ MBFI മോഡൽ വന്നപ്പോഴാണ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിൽ 4 സ്പീഡ് മാത്രമേ ഉള്ളൂ. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിലും 38 bhp പവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഗിയറിൻ്റെ അഭാവം അല്ലെങ്കിൽ 5th ഗിയറിൻ്റെ അഭാവമൊന്നും അങ്ങനെ തോന്നുകയില്ല. സാമാന്യം പവർഫുള്ളായിട്ട് തന്നെ 4th ഗിയറിൽ ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. 1984 പുറത്തിറങ്ങിയിട്ട് 3 വർഷം കൊണ്ട് 1 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ചു എന്നുള്ള ബഹുമതി കൂടി ഈ വാഹനത്തിനുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനിലും ഈ വാഹനം ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് എത്തിയിരുന്നു. അന്ന് അതിൻ്റെ പേര് സുസുക്കി മെഹ്റാൻ എന്നായിരുന്നു. അങ്ങനെ ലോകവ്യാപകമായിട്ട് സുസുക്കി ഏറ്റവും അധികം പൈസ ഉണ്ടാക്കിയ വാഹനങ്ങളിലൊന്നാണ് 800. പക്ഷേ അത് ഈ ഒരു ഏറ്റവും പഴയ മോഡലല്ല, തൊട്ടടുത്ത ഫേസ് ലിഫ്റ്റ് മോഡലിലാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വന്നത്. അപ്പോൾ 800 വന്നതിന് ശേഷം ആ വർഷം തന്നെ ഓംനി എന്ന ചെറിയ വാൻ വന്നു. അതിനുശേഷം ജിപ്സി വന്നു. പിന്നെ അങ്ങനെ മാരുതി കുതിച്ച് കയറുകയായിരുന്നു. ഏതാണ്ട് 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന 10 വാഹനങ്ങളിൽ 8 വാഹനങ്ങളും മാരുതിയുടേതായിട്ട് മാറി. ഇപ്പോൾ പിന്നെ ആ കാര്യത്തിലൊക്കെ മാറ്റം വന്നു. കാരണം ധാരാളം ഓട്ടോമൊബൈൽ കമ്പനികൾ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. എങ്കിൽ പോലും ആദ്യകാലത്ത് തന്നെ നമ്മുടെ ഹൃദയം കീഴടക്കിയ വാഹന നിർമ്മാതാവ് എന്നുള്ള ഖ്യാതി എല്ലാ കാലത്തും മാരുതിക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാകൃതാവസ്ഥയിൽ കിടന്ന ഇന്ത്യൻ വാഹന മേഖലയെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് ആക്കിയത് മാരുതിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇപ്പോൾ മാരുതിയെ കുറ്റം പറയുന്ന തലമുറ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാരുതി വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും കുറേ കാലം കൂടിയെങ്കിലും കഴിഞ്ഞായിരിക്കും ഇന്ത്യൻ വാഹന മേഖലയിൽ വാഹന മേഖലയ്ക്ക് ആധുനിക മുഖം വരുമായിരുന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ആദരിക്കേണ്ട ഒരു വാഹന നിർമ്മാതാവ് തന്നെയാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കയ്യിൽ നിന്നും പോയി മാരുതി സുസുക്കി എന്ന പേരിൽ സുസുക്കിയുടെ ഒരു പൂർണ്ണമായി ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് മാരുതി സുസുക്കി. അങ്ങനെ ആ ഒരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനി എന്ന് പോലും പറയാൻ പറ്റില്ലെങ്കിലും നമ്മളിപ്പോഴും ഏറ്റവും അധികം സ്നേഹിക്കുന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി. അതിന് തുടക്കമിട്ട മോഡൽ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും നമ്മുടെ പ്രിയപ്പെട്ട മോഡൽ തന്നെയായിരിക്കും ഈ കാണുന്ന മാരുതി 800. എന്തായാലും ഇതിനൊരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പുതിയ തലമുറയ്ക്ക് ഈ വാഹനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇത്രയും നിലവാരമുള്ളൊരു വാഹനം ആദ്യമായി ഇന്ത്യയിലെത്തിയത് 84-ലാണ്. 84-ന് ശേഷമാണ് ഇന്ത്യയിൽ വാഹന വിപ്ലവം തന്നെ ആരംഭിച്ചത്. ഇപ്പോൾ ഫെമിൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓടിക്കുമ്പോൾ അങ്ങനെ അങ്ങേയറ്റം ഗംഭീരമായ വാഹനമൊന്നും തോന്നുകയില്ല. പക്ഷേ അംബാസഡർ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം റിഫൈൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് 28 ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യക്കാർ വാങ്ങിക്കൂട്ടിയത് മാരുതി 800-ൻ്റെ. അപ്പോൾ എല്ലാവർക്കും പ്രോഗ്രാം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയ വാഹന വിശേഷങ്ങളും പഴയ വാഹന വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.